ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിവരാവകാശ നിയമം ഉപയോഗിച്ചിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ വരുന്ന ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടതെന്ന് നോക്കിയാലോ. അതിനു മുന്നേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യാം. ഇതിൽ നമ്മൾ കേസ് മടന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. കേസ് സ്മാർട്ട്. ഓക്കെ, ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നേ. അപ്പൊ നമ്മൾ കെ സ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, കെ സ്മാർട്ടിൽ ആപ്ലിക്കേഷൻ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സൈഡിൽ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കേസ് സ്മാർട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആണ്. അത് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും. ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇവിടെ കാണുന്ന ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവസാനം കാണുന്ന അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അതാ ഇവിടെ നോക്കുവാണെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷന്റെ സെന്ററിലുള്ള പ്ലസ് ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ അണ്ടർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പൊ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സബ്മിറ്റിംഗ് ടു എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ നമുക്ക് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ നിന്നാണോ ഇൻഫർമേഷൻ ലഭ്യമാകേണ്ടത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കണം നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ആണ്. ഡിസ്ട്രിക്റ്റ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ആണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ലോക്കൽ ബോഡിയുടെ നെയിമും കൂടെ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആപ്ലിക്കൻ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ലോഗിനിൽ നിന്നും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല, അതിന്റെ സൈഡിലുള്ള ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് ആയിരിക്കണം താഴത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ സ്വയം നമുക്ക് വേണ്ടി തന്നെയാണ് ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ലോഗിനിൽ നിന്നും കുറച്ച് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ മിസ്സായിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ജനറൽ ഡീറ്റെയിൽസ് ആണ്. നമുക്കപ്പോൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. തുടർന്ന് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ആണോ അറിയാനുള്ളത് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡോക്യുമെന്റ്സിന്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ആണോ അറിയാനുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് ഇവിടെ അറ്റാച്ച്മെന്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ ആദ്യം ഇവിടെ നമ്മളോട് ഡോക്യുമെന്റ് നെയിം ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഫയലിന്റെ മാക്സിമം സൈസ് ലിമിറ്റ് 5 MB വരെയാണ് കേട്ടോ. അപ്പോൾ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രിവ്യൂ ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളിത് ക്രോസ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. മിസ്റ്റേക്ക് ഒന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം. അടുത്തതായിട്ട് ഡിക്ലറേഷൻ ആണ്. നമ്മളത് എഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. ഇനി OTP വെരിഫിക്കേഷൻ ആണ്. അതിനായിട്ട് ഇവിടെ കാണുന്ന സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു OTP പോകുന്നതായിരിക്കും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇവിടെ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ OTP ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് പേയ്മെന്റിന്റെ ഭാഗമാണ് കേട്ടോ. നമുക്ക് ചെറിയൊരു പേയ്മെന്റ് വരുന്നുണ്ട്. അതിനായിട്ട് താഴെ കാണുന്ന പേ നൗ എന്ന് പറയുന്ന ഓപ്ഷന് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എത്ര രൂപയാണ് പേയ്മെന്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഒരുപാട് പേയ്മെന്റ് ഗേറ്റ്വേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഫെഡറൽ ബാങ്കിന്റെ ഗേറ്റ് വേ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം താഴെ കാണുന്ന പേ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഒരുപാട് പേയ്മെന്റ് മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, UPI ഉണ്ട്, അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ UPI ഉപയോഗിച്ചിട്ടാണ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് UPI സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് QR കോഡ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ UPI ID ഉപയോഗിച്ചിട്ടും പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ QR കോഡ് ഉപയോഗിച്ചിട്ടാണ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഇവിടെ ഷോ QR എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ നമ്മൾ ടച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് QR കോഡ് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഏത് UPI ആപ്പ് ഉപയോഗിച്ചിട്ടാണോ പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആപ്പിൽ ഈ QR കോഡ് സ്കാൻ ചെയ്തെടുത്തിട്ട് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അക്നോളജ്മെന്റ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ കൺസേൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി വെരിഫിക്കേഷൻ പ്രൊസീജിയറിന് ശേഷം ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് നമ്മുടെ ലോഗിനിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ മറ്റാരുടെയും സഹായം ഇല്ലാണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.